തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനിടെ മുസ്ലിങ്ങളുടെ മതവികാരം വ്രണപ്പെടുത്തിയ രീതിയിൽ ആറ്റിങ്ങലിൽ പ്രസംഗത്തിന് BJP സംസ്ഥാന അധ്യക്ഷൻ PS ശ്രീധരൻപിള്ള തന്നെ 2 തവണ ഫോണിൽ വിളിച്ച് മാപ്പ് പറഞ്ഞെന്ന് സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അധ്യക്ഷൻ ടിക്കാറാം മീണ. താൻ പെരുമാറ്റച്ചട്ടം ലംഘിച്ചെന്ന് ആരോപിച്ച് CPMലെ V ശിവൻകുട്ടി നൽകിയ പരാതിയിൽ പോലീസ് കേസ് എടുത്തതിനെക്കുറിച്ചും പിള്ള രംഗത്തെത്തിയിരുന്നു. താൻ തെറ്റ് ചെയ്തെന്ന് കോടതി കണ്ടെത്തിയാൽ പൊതുപ്രവർത്തനം അവസാനിപ്പിക്കുമെന്നായിരുന്നു വെല്ലുവിളി. തന്നെ കുറ്റവിമുക്തനാക്കിയാൽ ശിവൻകുട്ടി രാഷ്ട്രീയ പ്രവർത്തനം അവസാനിപ്പിക്കുമോ എന്നും അദ്ദേഹം ചോദിച്ചിരുന്നു. അതിന് പിന്നാലെയാണ് ടിക്കാറാം മീണ പിള്ള മാപ്പ് അപേക്ഷിച്ച കാര്യം ഒരു സ്വകാര്യ ചാനലിനോട് വെളിപ്പെടുത്തിയത്. മാപ്പ് അപേക്ഷിച്ച ശേഷവും വീണ്ടും വിഡ്ഢിത്തം വിളമ്പുന്നത് ശ്രീധരൻപിള്ളയുടെ രീതിയാണെന്നും ടിക്കാറാം മീണ വിമർശിച്ചു. ശ്രീധരൻപിള്ളയെ വിശ്വസിക്കാൻ കൊള്ളില്ലെന്നും മാപ്പ് പറഞ്ഞ ശേഷവും തെറ്റുകൾ ആവർത്തിക്കുകയാണെന്നും ടിക്കാറാം മീണ പറയുന്നു. ശ്രീധരൻപിള്ളയുടെ പരാമർശം ജനാധിപത്യ നിയമത്തിന്റെ ലംഘനമെന്ന് നടപടി വേണമെന്ന് മുഖ്യ തിരഞ്ഞെടുപ്പ് ഓഫീസർ ടിക്കാറാം മീണ കേന്ദ്ര തിരഞ്ഞെടുപ്പ് കമ്മീഷന് നൽകിയ റിപ്പോർട്ടിൽ ശുപാർശ ചെയ്തിട്ടുണ്ട്. ശ്രീധരൻപിള്ള മുസ്ലിം വിരുദ്ധ പരാമർശം നടത്തിയെന്ന ആരോപണവുമായി UDFും LDFും രംഗത്തെത്തിയിരുന്നു. LDF ശ്രീധരൻപിള്ളയ്ക്കെതിരെ തിരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി നൽകുകയും ചെയ്തു. ആറ്റിങ്ങലിലെ NDA സ്ഥാനാർത്ഥി ശോഭാ സുരേന്ദ്രന്റെ പ്രകടന പത്രിക പ്രകാശ ചടങ്ങിലായിരുന്നു വിവാദ പരാമർശം. പാകിസ്ഥാനിലെ ബലാക്കോട്ടിൽ ആക്രമണങ്ങളിലൂടെ ഭീകരരെ കൊലപ്പെടുത്തിയ ശേഷം ഇന്ത്യൻ സൈന്യം തിരിച്ചെത്തിയപ്പോഴും രാഹുൽ ഗാന്ധിയും CPM ജനറൽ സെക്രട്ടറി യെച്ചൂരിയും മുഖ്യമന്ത്രി പിണറായി വിജയനും മരിച്ചവരുടെ ജാതിയും മതവും വെളിപ്പെടുത്തണമെന്നാണ് ആവശ്യപ്പെട്ടിരുന്നതെന്നും ഇസ്ലാം ആകണമെങ്കിൽ ചില അടയാളമൊക്കെ ഉണ്ടല്ലോ, വസ്ത്രമൊക്കെ മാറ്റി നോക്കിയാലേ അറിയാൻ പറ്റൂ എന്നുമാണ് ശ്രീധരൻപിള്ള പറഞ്ഞത്. ഈ പരാമർശത്തിനെതിരെയാണ് CPMും കോൺഗ്രസും മുസ്ലിം ലീഗും രംഗത്തെത്തിയത്. മത ന്യൂനപക്ഷങ്ങളുടെ വോട്ടുകൾ നഷ്ടപ്പെടുമോ എന്ന ഭീതിയിൽ തിരഞ്ഞെടുപ്പ് പ്രസംഗങ്ങളിലെ പരാമർശങ്ങൾ അടർത്തിയെടുത്ത് തെറ്റായി വ്യാഖ്യാനിച്ച് വർഗീയ വികാരമിളക്കി വിടാനാണ് കോൺഗ്രസും CPMും ശ്രമിക്കുന്നതെന്ന് ശ്രീധരൻപിള്ള കുറ്റപ്പെടുത്തി. ബലാക്കോട്ടിൽ കൊല്ലപ്പെട്ട പാക് ഭീകരരെ സംബന്ധിച്ച വിവരങ്ങളും വിശദാംശങ്ങളും വെളിപ്പെടുത്തണമെന്ന സാംവിത്രോദ നടത്തിയ വില കുറഞ്ഞ പ്രസ്താവനയെ പരാമർശിച്ച് ഉന്നയിച്ച ചോദ്യം ദുർവ്യാഖ്യാനം ചെയ്ത് നേട്ടം കൊയ്യാമെന്ന് CPM കോൺഗ്രസ് നേതാക്കൾ വ്യാമോഹിക്കുന്നത്. മത ന്യൂനപക്ഷങ്ങൾക്കെതിരെ പ്രസംഗത്തിൽ പ്രത്യക്ഷമായോ പരോക്ഷമായോ ഒരു പരാമർശവുമില്ലെന്നും ശ്രീധരൻപിള്ള പറയുന്നു. തൃശൂരിൽ അയ്യപ്പന്റെ പേരിൽ വോട്ട് ചോദിച്ച BJP സ്ഥാനാർത്ഥി സുരേഷ് ഗോപിക്കെതിരെ കളക്ടർ TV അനുപമ നോട്ടീസ് നൽകിയിരുന്നു. സുരേഷ് ഗോപിയുടെ നടപടിയിൽ പ്രഥമദൃഷ്ട്യാ കഴമ്പുണ്ടെന്ന് മുഖ്യ തിരഞ്ഞെടുപ്പ് ഓഫീസറായ ടിക്കാറാം മീണ വ്യക്തമാക്കിയിരുന്നു. അതിനെതിരെയും ശ്രീധരൻപിള്ള രംഗത്തെത്തിയിരുന്നു. കളക്ടർ നടപടിയെടുത്താൽ സുരേഷ് ഗോപി അപ്പീൽ നൽകേണ്ടത് മീണയ്ക്കാണ്. ആ മീണ തന്നെ സുരേഷ് ഗോപിക്കെതിരെ രംഗത്ത് വന്നത് ശരിയല്ലെന്നും ശ്രീധരൻപിള്ള ചൂണ്ടിക്കാട്ടിയിരുന്നു. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.